വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ക്ലാസ്സിലായിട്ട് 18 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനി അതിൻ്റെ തുടർന്നുള്ള യൂട്ടിലിറ്റി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് കൺസ്യൂമർ തിയറി? കൺസ്യൂമർ തിയറിയുമായിട്ട് ബന്ധപ്പെടാത്ത അസംഷൻ ഏതാണെന്നാണ് 10ാമത്തെ ചോദ്യം നമ്മൾ പഠിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് കൺസ്യൂമർ തിയറി? കൺസ്യൂമേഴ്സ് ആർ റാഷണൽ. ഒന്നാമത്തെ ചോയ്സ് കൺസ്യൂമേഴ്സ് ആർ റാഷണൽ. രണ്ടാമത്തത് കൺസ്യൂമേഴ്സ് ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. മൂന്നാമത്തത് കൺസ്യൂമേഴ്സ് ആർ അൾട്രൂയിസ്റ്റ്. ദെൻ ആൾ ഓഫ് ദി എബോവ്, ഡി. ഇപ്പൊ ഇതാണ് തന്നിട്ടുള്ളത്. ഇതില് കൺസ്യൂമേഴ്സ് ഫസ്റ്റ് ചോയ്സ് നോക്കാം. കൺസ്യൂമേഴ്സ് ആർ റാഷണൽ. കൺസ്യൂമേഴ്സ് എപ്പോഴും എന്തായിരിക്കും? യുക്തിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കും. ഇപ്പൊ റാഷണൽ ആണ്. രണ്ടാമത്തതോ കൺസ്യൂമേഴ്സ് ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. കൺസ്യൂമറിന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പൂർണ്ണമായ ഒരു വിവരം ഉണ്ടായിരിക്കും. കൺസ്യൂമേഴ്സ് ആർ അൾട്രൂയിസ്റ്റ്. കൺസ്യൂമേഴ്സ് എല്ലായ്പ്പോഴും ഒരു അവിശ്വസനീയം ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥനായിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ്? നമുക്ക് ഇതാണ് എൻ്റെ ആൻസർ. കൺസ്യൂമേഴ്സ് ആർ അൾട്രൂയിസ്റ്റ് എന്നുള്ളതാണ് ആൻസർ. ദെൻ ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? മെഷേഴ്സ് ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ ഇവിടെ റെസ്പോൺസീവ്നെസ് ആണ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ പ്രൈസും അതിൽ നിന്ന് ഫലമായിട്ടുണ്ടാകുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റിലേഷനാണ് യഥാർത്ഥത്തിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ വൺ ഷോസ് ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ, അതായത് പെർഫെക്റ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ അതെന്തിനെയാണ്? ഡിമാൻഡ് ഇലാസ്റ്റിക്കിനെയാണോ കാണിക്കുന്നത്, ഇൻഇലാസ്റ്റിക്കിനെയാണോ കാണിക്കുന്നത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിനെയാണോ കാണിക്കുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിനെയാണോ കാണിക്കുന്നത്? അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ എപ്പോഴും ഇലാസ്റ്റിക്കിനെയാണ് കാണിക്കുന്നത്. ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. ഇനി ഗ്രേറ്റർ ദാൻ 1 ആയാലോ? കണ്ടീഷൻ ഇങ്ങനെയാണല്ലോ. പെർഫെക്റ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇലാസ്റ്റിക് ആണ്. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ എന്തായിരിക്കും? ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി പെർഫെക്റ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഇൻഇലാസ്റ്റിക്. ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്തായിരിക്കും? യൂണിറ്ററി ഇലാസ്റ്റിക് ആയിരിക്കും. യൂണിറ്ററി ഇലാസ്റ്റിക്. അപ്പൊ അത് മൂന്നും ക്ലിയർ ആയല്ലോ. എന്താണ് പി ഡി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇലാസ്റ്റിക്. പി ഡി ലെസ് ദാൻ 1 ആണെങ്കിൽ ഇൻഇലാസ്റ്റിക്. പി ഡി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക്. അപ്പൊ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഇങ്ങനെ 5 ആയിട്ട് പ്രൈസ് ഇലാസ്റ്റിറ്റി തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ അതിൽ കൊണ്ട് ഉണ്ടാക്കാവുന്ന മാറ്റമാണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ പഠിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണ്? പ്രൈസ് ഇലാസ്റ്റിറ്റിയുടെ എ പെർസെന്റേജ് ചേഞ്ച് price elasticity of demand is equal to a percentage change in quantity divided by
പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റം ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കർവ് എങ്ങനെയായിരിക്കും? യഥാർത്ഥത്തിൽ ഇലാസ്റ്റിക്കിന്റെ കർവ് നമുക്ക് വരയ്ക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ കർവ് ഏത് രീതിയിലായിരിക്കും? അതൊരു ഫ്ലാറ്റ് കർവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ട് വലിയൊരു മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്നു. ഓ എക്സ് ആക്സിസ്, ഓ വൈ ആക്സിസ്. അപ്പോൾ ഇങ്ങനെ പോകും. ഒരു ചെറിയ ചേഞ്ച് കൊണ്ട് വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നു. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ബി ഡി. ഓക്കെ, ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കോ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ അതൊരു ഇതെന്താണ്? ഫ്ലാറ്റ് കർവാണ്. ഫ്ലാറ്റ്. ഇവിടെയോ ഒരു സ്റ്റീപ്പ് ആയിരിക്കും കർവ്. ഇങ്ങനെ ഒരു സ്റ്റീപ്പായിട്ട് വരും. ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള ചെറിയ ചേഞ്ച് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഇതായിരിക്കും. ഇനി യൂണിറ്ററി ഇലാസ്റ്റിക്കിലോ എത്രയാണോ ചേഞ്ച് ഉണ്ടാകുന്നത് അതിന് ഈക്വൽ ആയിട്ട് തന്നെ എന്തുണ്ടാകുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡിലും ചേഞ്ച് ഉണ്ടാകുന്നു. ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? ഇതിങ്ങനെ എഴുതാം. ഇത് ഇങ്ങനെ എഴുതാം. ഇതോ പ്രൈസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ദെൻ യൂണിറ്ററി ഇലാസ്റ്റിക്. ഇനിയും അല്ല, ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, യൂണിറ്ററി ഇലാസ്റ്റിക്. ഇനി നമ്മൾ പഠിക്കുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അതിന്റെ കർവ് എങ്ങനെയായിരിക്കും? ഇതായിരിക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. പ്രൈസ് ഇത്രയാണെങ്കിൽ 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 എത്രയാണെങ്കിലും അതെ. അതുപോലെ ഇവിടെ എന്താ? പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ ഈ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു. ഇനി ഇത് പാരലൽ ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇങ്ങനെ വെർട്ടിക്കൽ ആയിരിക്കും. ഇതിന് വെർട്ടിക്കൽ ആയിരിക്കും. ഇതേ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ആയില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിൽ ഏതാണ് സത്യമായിട്ടുള്ളത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഈസ് ചേഞ്ചസ് ഇൻഫിനിറ്റ്ലി. അതാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഈസ് ചേഞ്ചസ് ഇൻഫിനിറ്റ്ലി. അതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്. അതൊരു ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആണ്. A small increase in price drop to 0. All of these. ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് come to question. Perfect complements are goods that are always consumed together in fixed proportions. ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസിൽ നമ്മൾ ഒരുമിച്ച് കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്. അതാണ് ആദ്യത്തെ ചോയ്സ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ ഗുഡ്സ് ദാറ്റ് ആർ ആൾവേസ് കൺസ്യൂംഡ് ടുഗദർ ഇൻ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസ്. ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസ് കാരണം പെർഫെക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോയ്സ് വേരിയസ് പ്രൊപ്പോർഷൻസ്, ഈക്വൽ പ്രൊപ്പോർഷൻസ്, നൺ ഓഫ് ദീസ്. നമ്മുടെ ആൻസർ ഏതാണ്? പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആർ ഗുഡ്സ് ദാറ്റ് ആർ ആൾവേസ് കൺസ്യൂംഡ് ടുഗദർ ഇൻ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസ്. അതാണ് ആൻസർ. എ ആണ് ആൻസർ.
പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എക്സാമ്പിൾ ആണ് ലെഫ്റ്റ് ഷൂ റൈറ്റ് ഷൂ. ലെഫ്റ്റ് ഷൂ റൈറ്റ് ഷൂ അതൊരു പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ഗുഡ്സിന് ഉദാഹരണമാണ്. അതുപോലെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ, കാർ ആൻഡ് ഫ്യൂവൽ, ഇങ്ക് ആൻഡ് കാർട്രിഡ്ജ്, ഇതൊക്കെ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. രണ്ട് ഗുഡ്സുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിൽ നിന്ന് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഇവിടെ രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് ആൾവേസ് കൺസ്യൂംഡ് ടുഗദർ ഇൻ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസ്, രണ്ടാമത്തെ. ദെൻ അടുത്തത് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. ഒന്നിന് പകരം മറ്റൊന്നായിട്ട് ഉപയോഗിക്കുന്നു അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ്. ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടും സാധാരണ സബ്സ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് പെർഫെക്റ്റ് കോംപ്ലിമെന്റും തമ്മിലുള്ള വ്യത്യാസം. അതെന്തായിരിക്കണം? ഫിക്സ്ഡ് പ്രൊപ്പോർഷൻസ് ആണെങ്കിൽ അതിനെ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് എന്ന് പറയാം. അതുപോലെ ഇവിടെ കോൺസ്റ്റന്റ് റേറ്റിലാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നും വിളിക്കാം. അതായത് കണ്ടീഷൻ വിത്ത് നോ ലോസ് ഇൻ സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും വ്യത്യാസം വരാൻ പാടില്ലാത്ത രീതിയിൽ ഗുഡ്സ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് വിത്ത് നോ ലോസ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്, ഡിക്രീസിംഗ് റേറ്റ്, ഫിക്സ്ഡ് റേറ്റ്, ഇതാണ് ആൻസർ. നെക്സ്റ്റ് വൺ, ദി സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് curve is called marginal substitution, diminishing marginal utility, perfect velocity of demand, income velocity of demand. ഇതൊക്കെയാണ് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് called marginal rate of substitution. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, I hope that you understood today's class. Please subscribe, share and support me.